പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായ് എറൈസ് ആശുപത്രി. പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായ് എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ്, നെല്ലുവായ്. ഫോൺ 8589939330 8589939335. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികളിൽ നിന്നും താമരയെ ഒഴിവാക്കി. നടപടി പ്രതിഷേധാർഹമാണെന്ന് BJP സംസ്ഥാന സെക്രട്ടറി MV ഗോപകുമാർ. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികൾക്ക് പുഷ്പങ്ങളുടെ പേര് നൽകിയപ്പോൾ താമരയെ ബോധപൂർവം ഒഴിവാക്കിയ നടപടിയിൽ പ്രതിഷേധവുമായി BJP. ദേശീയതയെ ഭയപ്പെടുന്ന സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് BJP സംസ്ഥാന സെക്രട്ടറി MV ഗോപകുമാർ തൃശൂരിൽ പറഞ്ഞു. ഒരു വേദിക്ക് പോലും താമരയുടെ പേര് നൽകാൻ ധൈര്യമില്ലാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഇടതുപക്ഷം എന്ന് പറയാൻ തന്നെ ദേശീയതയെ ഭയപ്പെടുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും മനോഹരമായ ഒരു സ്കൂൾ കലോത്സവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആ കുട്ടികളുടെ മനസ്സിൽ നിർമ്മലമായ ഹൃദയമുള്ള കുട്ടികളെ അവർക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു കലോത്സവത്തിൽ പോലും അവരുടെ ഈ ബാലിശമായിട്ടുള്ള നിലപാട്, അവരുടെ ഭയം, അതായത് ദേശീയ പുഷ്പമായിട്ടുള്ള താമരയെ, ആ താമരയുടെ പേര് പോലും ഒരു സ്റ്റേജിന് ഇടാൻ ധൈര്യമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായി CPM-ഉം ഇവിടുത്തെ സർക്കാരും മാറുകയാണ്. അപ്പോൾ ഇവരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ കൈപ്പത്തി കോൺഗ്രസിൻ്റെ ചിഹ്നമാണ്. കൈകൊണ്ട് ഇനിയും ചോറുണ്ണാൻ കഴിയാത്ത സാഹചര്യമൊന്നും കേരളത്തിൽ ഇല്ലല്ലോ. കൈകൊണ്ട് അവർക്ക് ചോറുണ്ണാൻ കഴിയില്ല എന്നവർ പറയുന്നില്ലല്ലോ. അപ്പോൾ താമരയെ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ BJP അവർ ഭയപ്പെടുകയാണ്. സർക്കാരിന്റെ ഈ വിവേചനപരമായ തീരുമാനം അടിയന്തരമായി തിരുത്തണമെന്നും അല്ലാത്തപക്ഷം യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ദേശീയ പുഷ്പമായ താമരയെ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നും MV ഗോപകുമാർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് CCV.